ഹലോ, ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഏത് സെലിബ്രേഷൻ ആണെങ്കിലും ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും അതിൻ്റെ ഓളം നമുക്ക് ലുലു മാളിൽ കാണാം. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ലുലു മാളിലാണ്. മാളിൻ്റെ ഫ്രണ്ട് വ്യൂ തന്നെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. എൻട്രൻസിൽ തന്നെ ഇതുപോലെ ഒരു ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് അവർ കുറേ ഗിഫ്റ്റ് ബോക്സും ബോൾസും എല്ലാം വെച്ച് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. സോനു എക്സിറ്റിന് മുമ്പിൽ നിന്ന് വാതിൽ തുറക്കുമെന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ലുലു മാളിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ വലിയ ഡെക്കറേഷൻസ് ഒന്നും കാണുന്നില്ല. ബട്ട് നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. ഉള്ളിൽ പോയി നോക്കിയാലാണ് കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് അവിടെ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ദേ ഇപ്പൊ ഷവർമ ഫെസ്റ്റിവലാണ് കേട്ടോ. ലുലു മാള് നമ്മുടെ പാലക്കാട് വന്നിട്ട് 1 year ആയിട്ട് സെലിബ്രേഷൻ ആണ്. എന്ന് പറയുമ്പോഴേക്ക് ഒരു വർഷം പെട്ടെന്ന് പോയതുപോലെ. അങ്ങനെ നമ്മൾ ബാഗെല്ലാം ടാഗ് ചെയ്ത് ഉള്ളിൽ കയറി. വാവ്, സൂപ്പർ. മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് ക്രിസ്മസിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ക്രിസ്മസിന്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണോ അതെല്ലാം കാണാൻ പറ്റും. പുൽക്കൂട് തൊട്ട് കേക്ക്, വൈൻ, സ്വീറ്റ്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് അങ്ങനെ നിറയെ ഉണ്ട്. അങ്ങനെ എൻട്രൻസിൽ തന്നെ ക്രിസ്മസ് വൈബ്രേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ക്രിസ്മസിന്റെ സെലിബ്രേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലുലു മാൾ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണണ്ടേ. പല റേറ്റിലും ഫ്ലേവറിലുള്ള വൈനുകളാണ് ഇവിടുത്തെ താരം. അതിൽ കൂടുതലും നമുക്ക് അഫോർഡബിൾ ആണെന്നുള്ളതാണ് മറ്റൊരു സത്യം. നമുക്കിതെല്ലാം നോക്കി കാണുന്നതിന് മുന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം. നമുക്കിവിടുന്ന് ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ട് ഡൈനിങ്ങിൽ പോയിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാം. വളരെ വൃത്തിയായി കംഫർട്ടായി എൻജോയ് ചെയ്ത് നമുക്ക് കഴിക്കാം. ആ വിധത്തിലാണ് ഇവിടെ കഴിക്കാനുള്ള ഇരിപ്പിടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ മെയിനായിട്ട് ഷവർമ ഫെസ്റ്റിവലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടോടെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ള ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു. ആൻഡ് ഫൈനലി ഞാനൊരു ചായ കുടിച്ചു. എൻ്റെ അമ്മേ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല സ്ട്രോങ് ചായ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വയറും മനസ്സൊക്കെ നിറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ നടക്കാൻ ഇറങ്ങി. ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. കണ്ണെടുക്കാൻ തോന്നാത്ത വിധം അത്രയും കളക്ഷൻസ്. ഇവിടെ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ പുറത്തെ ലോക്കൽ കടകളിലേക്കാളും വളരെയധികം വിലക്കുറവുണ്ട് ഇവിടെ. ഈ മനോഹരമായിട്ടുള്ള ക്യാപ്പിന് 40 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ 60 രൂപയ്ക്ക് നല്ല സൂപ്പർ സ്റ്റാറുകൾ നമുക്ക് കിട്ടും ഇവിടെ. അതും LED ബൾബ്സ് എല്ലാം ഉള്ള സ്റ്റാറുകൾ. പിന്നെ കുറെ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ ലോക്കൽ കടകളിൽ ഒരു 3-4 കടകളിൽ കയറിയിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സ് സോനുവിന് വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം 500 രൂപയുടെ അടുത്താണ് വില പറയുന്നുണ്ടായിരുന്നത്. ആ 495 രൂപ വില പറഞ്ഞ ഡ്രസ്സിന് ഇവിടെ 319 രൂപയാണ്. ക്വാളിറ്റി വൈസും സൂപ്പറാണ്. നല്ല ഷൈനിങ് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഡ്രസ്സെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്നെ ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. പക്ഷെ അവൻ്റെ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞത് കൊണ്ട് ആ ഭാഗത്തേക്ക് പിന്നെ കൂടുതൽ ചിന്തിച്ചില്ല. നിറയെ
പല സൈസിലുള്ള പുൽക്കൂടുകളുണ്ട്. ചിലത് റെഡിമെയ്ഡ് പുൽക്കൂടാണ്. ചിലതിൽ നമുക്ക് രൂപങ്ങൾ ഇതുപോലെ വാങ്ങാൻ കിട്ടും. അതെല്ലാം തെർമോകോൾ കൊണ്ട് വളരെ വൃത്തിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വീടെത്തുമ്പോഴേക്കും ഡാമേജ് ആവുന്നുള്ള ഒരു ടെൻഷനും വേണ്ട. പുതിയ പുതിയ സ്റ്റാർസിന്റെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് 60 രൂപയുടെ സ്റ്റാർ. LED ബൾബൊക്കെ ആയിട്ട് സൂപ്പറാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ലുലുമാൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലൊരു ട്രെയിനായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ മുമ്പിൽ നിന്ന് കുറെ ഫോട്ടോസ് എല്ലാം എടുക്കാം. ഇത് സാന്റാക്ലോസിന്റെ ട്രെയിനാണ്. സാന്റാക്ലോസിന്റെ ട്രെയിൻ വളരെ കളർഫുൾ ആണ്. ലുലുമാളിൽ വരുന്നവരെല്ലാം തന്നെ ഇതിന്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും കുറച്ച് ഫോട്ടോസ് എടുക്കാം. സാന്റാക്ലോസിന്റെ വണ്ടിയിൽ എന്താ ക്രിസ്മസിന്റെ പുതിയ കളക്ഷൻസ് തന്നെ. നമുക്ക് നോക്കാം വണ്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന്. പല വിലയിലുള്ള പല ഫ്ലേവറിലുള്ള വൈനുകളുണ്ട്. അതുപോലെ തന്നെ കേക്കുകളും, പ്ലം കേക്ക് തൊട്ടിട്ട് ക്രീം കേക്ക്, അങ്ങനെ പല വിധത്തിലുള്ള കേക്കുകളുണ്ട്. ഇതിന്റെ വിലയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിശദമായിട്ട് ഇതിന്റെ വില നോക്കി ഫ്ലേവർ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. പകച്ചുപോയ ബാല്യം. എനിക്കിവിടെ ലുലുമാളില് ഏറ്റവും ഇഷ്ടം ഫുഡ് കോർട്ടും പിന്നെ ഈ ഗ്രോസറി സെക്ഷനാണ്. കാരണം വേറൊന്നുമല്ല, ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ മേലുള്ള ഫ്ലോറിലേക്കാണ് പോയത്. സോനു കുറച്ച് നേരം ഫൺ ടൂറിൽ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു.
പോയത് ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ്. അവിടെ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ഡ്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നിറയെ സോഫ്റ്റ് ടോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെയും കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. കുട്ടികൾക്കുള്ള ക്രിസ്മസ് ഡ്രസ്സുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ക്രിസ്മസ് വൈബ്സ് എല്ലാം നോക്കി നോക്കി ഒരുപാട് നേരമായി. നമുക്കിനി വീട്ടിൽ പോകണം. അപ്പോൾ അടുത്ത ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.